അവിടെ പശുക്കൾക്ക് കിട്ടുന്ന ഡിഗ്നിറ്റി മനുഷ്യന് കിട്ടുന്നില്ല. അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം ഈ ഗംഗാ നദിയെ മലിനമാക്കുന്നത് ഭയങ്കര വിഷമത്തോടെയാണ് കാണുക. കാരണം പാതി വെന്ത ശരീരം അത് ഏകദേശം ഒരു 3/4 വേവാകുമ്പോഴേക്കും അവരെടുത്ത് അങ്ങോട്ട് എറിയും. എന്താ വെച്ചാൽ ഇറ്റ്സ് എ ബിസിനസ്. അവർ ലേലം വിളിച്ചെടുക്കുക ബോഡി, ഇവിടെ വരും ഇവിടെ വരും, ഇവിടെ കൊണ്ടിടും എന്ന് പറഞ്ഞിട്ട് ഇത് കത്തി പകുതി ആകുമ്പോഴേക്കും അവർ എടുത്തിട്ട് അടുത്തേ വിളിക്കും. എൻ്റെ യാത്രകളിൽ പലപ്പോഴും ഞാനിങ്ങനെ കാസ്റ്റ് സർനെയിം ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കുത്തി ചോദിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ആൾക്കാരോട് എന്താ പേര്, രാജൻ, ഓക്കെ രാജൻ, അല്ലാതെ രാജൻ എന്താ ബാക്കി നമ്മൾ ചോദിക്കാറില്ല. അവിടെ എത്തുമ്പോൾ എന്താ പേര്, നിസാറിന്റെ ബാക്കി എന്താ എങ്ങനെ ചോദിക്കുക ആൾക്കാർ. അപ്പോൾ പാരഗണിൽ നിന്ന് ഒരു ബിരിയാണി കഴിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലെ നാട്ടിൻപുറത്തുള്ള ഒരു മനുഷ്യന് ഭയങ്കര വലിയൊരു ഇതായിരിക്കും. ക്രൗൺ തിയേറ്ററിൽ ഒരു സിനിമ കാണുക, പാരഗൺ, അതൊക്കെ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടില്ല, അതുപോലും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല അവിടെ. എനിക്ക് മോളാണ് ഉണ്ടായത്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ളൊരു സ്ത്രീ എന്നിട്ട് വന്നിട്ട് എന്നെ ചോദിച്ചാൽ എന്താ പ്രസവം കഴിഞ്ഞ്, മോളാണെന്ന്. അതൊന്നും സാരല്ല, നമ്മൾ വലിയ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, ഭയങ്കര എന്താ പറയുക ലൈഫ് ലിവിങ് സ്റ്റാൻഡേർഡ് വലുതായിട്ടുണ്ട്, നമ്മുടെ കാഴ്ചപ്പാട് വികസിച്ചെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ സ്ത്രീധൻ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വിസ്മയന്റെ കേസൊന്നും ഉണ്ടാവില്ലല്ലോ, ഇത്രയും 100-150 പവനൊക്കെ ചോദിച്ച് വാങ്ങി കുത്തിന് പിടിച്ച് വാങ്ങിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒരു മുസ്ലിം അല്ലേ, നീ എന്തിനാ കാശിയിൽ പോകുന്നത്, കാശിന്റെ കാര്യം നോക്കാൻ ഞങ്ങളില്ലേ, നിന്റെ ആവശ്യമുണ്ടോ കാശിന്റെ കഥകൾ പറയാന്നൊക്കെയാണ് അതിലെ ആൾക്കാരെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ വളർന്ന മുനീർ കാശിയിലെ ശ്മശാന ഘാട്ടിലെ നഗ്ന സ്വാമിയായി മാറുന്ന കഥയാണ് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദയിൽ. സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ചൂടുള്ള ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരൻ നിസാർ ഇൽത്തുമിഷാണ് ഇന്ന് ഡൂൾ ടോക്കിൽ നമ്മോടൊപ്പം ഉള്ളത്. ഹലോ സർ. വാരണാസിനെ ബേസ് ചെയ്തിട്ടാണ് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന പുസ്തകം മുന്നോട്ട് പോകുന്നത്. വാരണാസി സാധാരണ നമ്മൾ കാണുമ്പോഴെല്ലാം ഭയങ്കര കളർഫുൾ ആയിരിക്കും, ആത്മീയതയും കുറെ ദീപങ്ങളൊക്കെ ആയിട്ടാണ് റീൽസിലും വീഡിയോസിലും കഥകളിലെല്ലാം കേട്ടിട്ടുള്ളത്. എന്നാൽ ഇതുവരെ കാണാത്ത കാശിയുടെ ഒരു രൂപമാണ് കാണിച്ചിരിക്കുന്നത്. മണികർണികയും പാതിവെന്ത മനുഷ്യ ശരീരവും സന്യാസിമാരും അങ്ങനെയൊക്കെ ആയിട്ട്. യഥാർത്ഥത്തിൽ വാരണാസിയുടെ മുഖം ഇതിൽ ഏതാണ്? വാരണാസി എല്ലാം കൂടിയതാണ് വാരണാസി. നമ്മൾ ഓരോരുത്തർ പോകുന്ന സമയത്തും കാണുന്ന വാരണാസി ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരു യാത്രികൻ ഏത് ആസ്പെക്റ്റിൽ ചിന്തിക്കുന്നു ഉള്ളതിനനുസരിച്ച്. ഇപ്പം ഫെബ്രുവരിയിൽ കുംഭമേള വരുന്നുണ്ട്. അപ്പൊ കുംഭമേളക്ക് വന്ന സമയത്ത് ഇതൊന്നും ആയിരിക്കില്ല കാണാം. വലിയൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ കൂട്ടം സംഭവിക്കുന്നതാണ് ഈ കുംഭമേള എന്ന് പറഞ്ഞ സമയത്ത്. അപ്പൊ നമുക്ക് ഇതൊന്നും ആയിരിക്കില്ല. അപ്പൊ ആ ഒരു ഒരുപാട് അഘോര സന്യാസിമാരൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക കോൺഗ്രിഗേഷൻ ആയിരിക്കും അന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അല്ലാത്ത സമയത്ത് ഞാൻ എപ്പോഴും വാരണാസി അല്ലെങ്കിൽ കാശിയിൽ പോകുന്ന സമയത്ത് ഓഫ് സീസണിലാണ് പോകാറുള്ളത്. ഫെസ്റ്റിവൽസ് ഒന്നും ഇല്ലാത്ത, അധികം റഷ് ഇല്ലാത്ത, ഇപ്പൊക്കെ എന്ന് വെച്ചാൽ സീസണിന്റെ സമയമാണ് ഈ ജാനുവരി ഡിസംബർ എന്നൊക്കെ പറയുന്ന സമയത്ത്. പക്ഷെ ഈ ചൂടുള്ള കാലത്ത് പോവുകയാണെങ്കിൽ അത്ര റഷ് ഉണ്ടാവില്ല അവിടെ. അപ്പൊ നമുക്ക് ഓരോന്നും ഇൻഡെപ്തിലേക്ക് പോയിട്ട് അറിയാൻ പറ്റും. ആഘോഷങ്ങളിലെല്ലാം മണികർണിക ഇങ്ങനെ തന്നെയായിരിക്കും എപ്പോഴും. മണികർണികയിൽ അതിൽ എന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് അമ്മയോട്, അമ്മയെ മണികർണികയിൽ തീ എരിയാത്ത കാലത്ത് നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കും? കാരണം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ആ വിറക് ചിതയിൽ വെച്ച കൊള്ളി കൊണ്ട് മാത്രമേ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിത എരിയാത്തൊരു കാലഘട്ടത്തിൽ നമ്മളെങ്ങനെ ഭക്ഷണം ചോദിക്കുന്ന അമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഗുരുത്തം കെട്ടവനെ പറയാതെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ലോകം അവസാനിക്കുന്ന കാലം അത്രയും മണികർണികയിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ ആ ഭയങ്കരമായിട്ടുള്ളൊരു മിത്താണ് അതിന്റെ പിന്നിലുള്ളത്. അതിന്റെ ഫാക്ടിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന മിത്താ. കാരണം ആ തീ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് മുതൽക്ക് കഥ ആരംഭിക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്. കാരണം ഈ അഗ്നി ആക്ച്വലി ഭൂമിയിലുള്ള സംഭവം അല്ല. അതിപ്പോ ഏത് മിത്തോളജി എടുക്കുകയാണെങ്കിലും, ഗ്രീക്ക് എടുക്കുകയാണെങ്കിലും അതുപോലെ ഇന്ത്യൻ എടുക്കുകയാണെങ്കിലും ഒക്കെ ആകാശത്ത് നല്ല സ്വർഗത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള സാധനമാണ് ഈ അഗ്നി എന്നുള്ളത്. അപ്പോൾ ആ അനാദികാലം മുന്നേ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ അഗ്നി എന്നാണ് ചിതയിലേക്കുള്ള ഇതെടുക്കുന്നത്. അല്ലാതെ ദഹിപ്പിച്ചാൽ മോക്ഷം കിട്ടില്ല. നമുക്ക് അവിടെ തീപ്പെട്ടി വരുത്തി കത്തിച്ചാലൊന്നും മോക്ഷം കിട്ടില്ല. ആ അഗ്നിന്ന് ഒരു കൊള്ളി എടുത്തിട്ട് കത്തിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. സോ അതൊരു ബിസിനസ്സും കൂടിയാണ്. കാരണം ആ അഗ്നി കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് അവർ പറയും. കാലങ്ങളായിട്ട് ആ ചിത തന്നെയാണ് ബാക്കി കാലങ്ങളായിട്ട് അതൊരിക്കലും മണയാത്ത രീതിയിൽ ആ കനൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാണ് അവര് എന്ന് പറയപ്പെടുന്നു. വാരണാസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ കഥ തുടങ്ങുന്നത് അവസാനിക്കുന്നത്. അപ്പൊ വാരണാസി മോദി ജയിച്ചൊരു മണ്ഡലം കൂടിയാണ്. ഇന്ത്യയുടെ കഥയുടെ ഒരു ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് കാലഭൈരവന് ശേഷം അത്ര അധികാരമുള്ളത് നരേന്ദ്രമോദിക്കാണെന്ന്. അപ്പോ നമ്മുടെ പ്രധാനമന്ത്രി ജയിച്ച ഒരു മണ്ഡലം ആയതുകൊണ്ട് കാശിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രധാനമന്ത്രി ജയിച്ച സ്ഥലമാണെന്ന് തോന്നില്ല. കാരണം ഡെവലപ്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ. പക്ഷെ എല്ലാ കോണിലും നമുക്ക് നരേന്ദ്രമോദിയെ കാണാൻ പറ്റും അവിടെ. ഏത് പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും എവിടെയാണെങ്കിലും നരേന്ദ്രമോദിയുടെ ഫ്ലെക്സോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റിയോ നമുക്ക് അവിടെ
കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയും പവർഫുൾ ആണ് എന്നുള്ള രീതിയിലാണ്. അതായത് എല്ലാവരുടെ മനസ്സിലും അല്ലെങ്കിൽ ആ എല്ലാ തെരുവുകളിലും ആ ഒരു പാർട്ടി അല്ലെങ്കിൽ ആ ഒരു അധികാരം, അമാനുഷിക പരിഭാഷ അവിടുത്തെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിവൈൻ പേഴ്സണാലിറ്റിയെ പോലെയാണ് മോദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. ഇവൻ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവൻ പള്ളികളില്ല, മുസ്ലിം പള്ളികളുടെ മുന്നിൽ വരെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഇതുപോലെ ഉള്ളിൽ വരെ ഫ്ലെക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് എങ്ങനെയാണ് അവിടെ, കാരണം അവിടെ നമ്മൾ സ്പൈറൽ ഓഫ് സൈലൻസ് തിയറി എന്നൊക്കെ പറയുമല്ലോ. കാരണം ഒരു വലിയ മെജോറിറ്റിയുടെ മുമ്പിൽ ചെറിയ ആൾക്കാർ നിശബ്ദരാവുക എന്നുള്ള സംഭവം അത് നമുക്ക് അവിടെ ഡയറക്റ്റ് കാണാൻ പറ്റും. ഭൂരിപക്ഷത്തിനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. അവിടെ അത്രയും 99.9% ആൾക്കാർ താമസിക്കുന്ന ആ സ്ഥലത്ത് ഒരു ചെറിയ മൈനോറിറ്റി ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും സിഖ് ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ടു ബി ദ പാർട്ട് ഓഫ് ദാറ്റ് മൈനോറിറ്റി, അതാണ് ലസ്സിക്കടക്കാരും പറയുന്ന പോലെ ആയിരിക്കും അവിടെ ഭൂരിഭാഗം ആളുകൾ. മിക്കവാറും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഞാൻ വാബി മസ്ജിദ് അതിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് പക്ഷെ ഇപ്പൊ അങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പോലീസും പട്ടാളും 24 മണിക്കൂർ അവിടെ ഇങ്ങനെ ബന്ദോബസ്താക്കി വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഹൈലി ഇൻഫ്ലേമബിൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ. കാരണം അത് ആദ്യം പിന്നെ ബിഫോർ മുഗൾസ് അതൊരു ടെമ്പിൾ ആയിരുന്നെന്നും പിന്നീട് മുഗളന്മാരുടെ അധിനിവേശത്തിൽ അത് പള്ളിയാക്കിയ മാറ്റിയാണെന്നും ശിവലിംഗം അതുപോലെ തന്നെ മറ്റുള്ള വിഗ്രഹങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. മുക്തിഭവനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ്. അപ്പൊ ഈ മുക്തിഭവനെ കുറിച്ച് അവിടെയുള്ള ആളുകളുടെ കാഴ്ചപ്പാട്. മുക്തിഭവൻ ആക്ച്വലി ഇതുപോലത്തെ മുക്തിഭവൻസ് കുറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാശിയിലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ധർമ്മശാലകള്, സത്രങ്ങള്, മുക്തിഭവൻസ് ഒക്കെ പറഞ്ഞ് കുറെ കിടക്കുന്നുണ്ട്. അതിൽ ഞാൻ പോയിട്ടുള്ളതാണ് ഈ കാശി ലാബ് മുക്തിഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അത് ഞാൻ അറിയുന്നതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞത്, ഞാൻ മുക്തി ഭവനിൽ പോയി വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഈ സംഭവം എന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞു മരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോഡ്ജാണത്. അപ്പൊ അതൊരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഒരു അതിശയമായി തോന്നി. കാരണം മരിക്കാൻ വേണ്ടി മാത്രം ഒരു ലോഡ്ജിങ് സിസ്റ്റം, അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു സിസ്റ്റം. മരിക്കാൻ വേണ്ടി ആളുകൾ പൈസ കൊടുത്തു. പൈസ വേണമെന്നില്ല, എനിക്കന്ന് 20 രൂപ എങ്ങാനാണ് പെർ ഡേ അവർ ചാർജ് ചെയ്യുന്നത്. അത് ഡാൽമിയ ട്രസ്റ്റ് നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പം അവിടെ എന്ന് വെച്ചാൽ 24 മണിക്കൂറും ഈ ഹരിനാമ കീർത്തനം ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് അത് കേട്ടുകൊണ്ട് ഇങ്ങനെ മോക്ഷത്തിലേക്ക് പോവാന്നുള്ളതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അത് 14 ദിവസം മാത്രമേ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. 14 ദിവസത്തിന് ശേഷവും മരിച്ചില്ലെങ്കിൽ അവർ ഗെറ്റ് ഔട്ട് അടിക്കണം. മരിക്കണം, കാരണം മറ്റുള്ള ആൾക്കാർ ക്യൂ ഒക്കെ അല്ലേ മരിക്കാൻ വേണ്ടിട്ട്. അതെ, കാരണം അത്രയും ആൾക്കാർ ചിലപ്പോൾ പുറത്ത് വെയിറ്റിംഗ് ഉണ്ട്. അപ്പൊ ഈ 14 ഈ സൈക്കിളിൽ മരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് അവിടുന്ന് പുറത്ത് എവിടെയെങ്കിലും പോയി മരിക്കേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മരിക്കാൻ പറ്റൂല. അപ്പോൾ അടുത്ത ആൾക്കാർ ക്യൂലുള്ള ആൾക്കാർ വന്നിട്ട് കയറിയിട്ട് അവർ മരിച്ചിട്ട് അവർ വേക്കൻ്റ് ആവുന്ന സമയത്ത് വീണ്ടും ഇവർക്ക് വന്ന് മരിക്കാം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഒരു ഡോം രാജയുടെ മരണത്തിൽ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡോം രാജ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ആളാണോ? കഥയില് പ്രധാനമന്ത്രിയും ഡോം രാജയായിട്ടുള്ള സൗഹൃദത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതല്ലേ യഥാർത്ഥമായിട്ടുള്ളതാണോ? ഓഫ് കോഴ്സ്, അത് ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. കാരണം നമ്മളിപ്പോ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പാണക്കാട് തങ്ങള്, അതല്ലെങ്കിൽ അമൃതാനന്ദമയി, അതല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആള് നമ്മൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ, അപ്പം അവരും നമ്മുടെ പൊളിറ്റിക്കൽ മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ഹൈലി കണക്റ്റഡ് ആയിരിക്കുമല്ലോ. കാരണം അവരൊരു പ്രത്യേക വിഭാഗത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ, കാന്തപുരം AP മുസ്ലിയാരാവട്ടെ, സമസ്തയുടെ ആൾക്കാരാവട്ടെ, ആരാണെങ്കിലും അവർക്കൊരു വലിയ മെജോറിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന മനുഷ്യന്മാരായിരിക്കും ഇവരൊക്കെ, അല്ലേ? അവർക്കൊക്കെ ആ ഒരു ഹോൾഡ് ഉണ്ടാവും സൊസൈറ്റിയിൽ. അതുപോലെ തന്നെ വാരണാസി എന്ന് പറയുന്ന അത് നമ്മൾ കേരളത്തിനേക്കാൾ അപേക്ഷിച്ച് നോക്കുന്ന ഹൈലി റിലീജിയസ് ആയിട്ടുള്ള കോടിക്കണക്കിന് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഡോം രാജ എന്ന് പറഞ്ഞ ആൾക്കാണ് അവിടുത്തെ പവർ ഉള്ളത്, ഡിസിഷൻ മേക്കിംഗ് പവർ. അതായത് കിങ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസ് അൺടച്ചബിൾ എന്നുള്ള ഒരു ലോവർ കാസ്റ്റിൽപ്പെട്ട ആളാണ് അദ്ദേഹം. എന്നിരുന്നാലും ഈ കർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹമാണ് ഫൈനൽ വേർഡ്. സോ അതുകൊണ്ടുള്ള ആ ഒരു കണക്ഷനാണ് അയാളുടെ ഫാദറായിട്ടും അവരുടെ ഫാമിലി ഒക്കെ ആയിട്ട്. ഈ വാരണാസിയിൽ വരുന്ന സമയത്ത് ഡോം രാജ കഴിഞ്ഞേ ഉള്ളൂ മറ്റൊരാള്. ഈ ഒരു മണികർണികയിലൊക്കെ അദ്ദേഹം തന്നെയാണ് രാജാവ് ഇപ്പോഴും. പേരില് രാജ ഉണ്ടെങ്കിലും തൊട്ടുകൂടായ്മ അവിടെ ഉണ്ട്. കാരണം നമ്മുടെ ഇവിടെ എത്രയും വലിയൊരു രൂക്ഷമായ രീതിയിൽ ഇത് സംഭവിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ യാത്രകളിൽ പലപ്പോഴും ഞാനിങ്ങനെ കാസ്റ്റ്, സർനെയിം ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കുത്തി ചോദിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ആൾക്കാരോട് എന്താ പേര്? രാജൻ. ഓക്കെ, രാജൻ. അല്ലാതെ രാജൻ എന്താ ബാക്കി നമ്മൾ ചോദിക്കാറില്ല. അവിടെ എത്തുമ്പോൾ എന്താ പേര്? നിസാറിന്റെ ബാക്കി എന്താ? എങ്ങനെ ചോദിക്കുക ആൾക്കാർ. അപ്പൊ മുസ്ലിം ആണെന്ന് അറിയാം. ഓക്കെ, ഹിന്ദു പോയാൽ ചോദിക്കുക ശർമ്മയാണോ,
മറ്റേതാണോ, ഭട്ടാണോ, എങ്ങനെ ഓരോരുത്തർക്കും സർനെയിം അറിയാം, അതിനനുസരിച്ചുള്ള റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജാതീയത എത്രയില്ലാന്ന് പറഞ്ഞാലും അങ്ങോട്ടേക്ക് പോകും. ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് നമ്മൾ ഒരാളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള അതിന്റെ സർനെയിം നോക്കിയിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ അത്രയ്ക്ക് നായര് നമ്പൂരി അത്ര ചോദിച്ചിട്ട് നമ്മൾ ഇതാക്കല്ല. ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കുമായിരിക്കും, പക്ഷെ അവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അതിന്റെ ഉപജാതികൾ എത്രത്തോളം ഉണ്ടെന്ന് അവരിങ്ങനെ ഡിസക്ട് ചെയ്ത് നോക്കും. ഇപ്പൊ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ ആ പേരിലേക്ക് വരുമ്പോ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താ ഈ സംഭവം എന്നറിയാം. അതുപോലെ തന്നെ സാറിന്റെ പേരാണെങ്കിലും നിസാർ ഇൽത്തുമിഷ്. ഈ പേരുകളിലെ നിഗൂഢത, ഈ പേരുകളിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയത്. കാരണം ആദ്യത്തിൽ പണ്ടത്തെ കാലത്ത് ഞാൻ നിസാർ എ ഓമശ്ശേരി, എന്റെ ഒരു നിസാർ എന്നാണ്, നിസാർ എ ഓമശ്ശേരി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അതെ, അതായത് അപ്പൊ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓമശ്ശേരി, മുക്കം, മാക്സിമം പോയാൽ കോഴിക്കോട്, ഇവിടുത്തെ റീഡേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഞാൻ എഴുതുന്നത്, അല്ലെങ്കിൽ ഞാൻ എഴുതുന്നതെല്ലാം എൻ്റെ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, നീ അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് ഗ്രോത്തേ ഉണ്ടാവുള്ളൂ, നീ തിങ്ക് അബൌട്ട് ദ വേൾഡ്, എല്ലാവരും ലോകത്തിലുള്ള എല്ലാവരും വായിക്കുന്ന രീതിയിൽ നീ എഴുതണം എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ ഭാഷന്റെ, അതുവരെ ഞാൻ വിചാരിക്കും ഇവർക്ക് റാഫിക്ക് മനസ്സിലാവുമോ, റഫീഖിന് മനസ്സിലാവുമോ, ഫെബിന് മനസ്സിലാവുമോ, ഡോണയ്ക്ക്, അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സിന് മനസ്സിലാവുമോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഓരോന്ന് എഴുതിയിരുന്നത്. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടിയും എന്നോട് പറഞ്ഞ് സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കുറച്ചൊക്കെ ലോജിക്ക് ഉപയോഗിച്ചിട്ട് എല്ലാം ഇങ്ങനെ അൺറാപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, റാപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കൂ എഴുത്ത്. അപ്പോൾ അത് കുറച്ചും കൂടി ആൾക്കാർക്ക് കുറച്ചും കൂടി മാത്തമാറ്റിക്സ് ഒക്കെ പോലെ ചെറിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ അഴിച്ചെടുക്കുമ്പോൾ അവർ ഭയങ്കര ആസ്വദിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേരാദ്യം മാറ്റി, അത് നിസാർ ഓമശ്ശേരി മാറ്റിയിട്ട് നിസാർ ഇൽത്തുമിഷ് എന്നുള്ള ഞാൻ കടമെടുത്തിട്ടുള്ളൊരു പേര്. അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കുത്തബ് മിനാറൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ള ആളാണ് ഇൽത്തുമിഷ്, നമ്മുടെ മുഗൾ എംപറർ ആണ്, മീൻസ് എംപററിന്റെ മകനാണ് അദ്ദേഹം. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു റോയൽ ടച്ചുള്ള പേരായതുകൊണ്ട്, അപ്പോൾ ഈ പേരിൽ ഭയങ്കര സംഭവം കിടക്കുന്നുണ്ടെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായത്. ഈ പേര് മാറ്റിയതോട് കൂടി തന്നെ ഇങ്ങനെ കുറച്ചുകൂടി റീച്ച് ചെയ്യുന്ന, ഈ ഇൽത്തുമിഷ് എന്താന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ അധികം കേട്ട് പരിചയമില്ലാത്തൊരു പേരാണല്ലോ, ഇവിടെ അധികം ആൾക്കാർക്കൊന്നും ഇല്ല. അപ്പോൾ അതിൽ ആൾക്കാർ കുറച്ചും കൂടി ഒന്ന് സ്ട്രൈക്കായി. പിന്നെ അതുപോലെ തന്നെ നോവലിന്റെ പേരും ലാസ്റ്റ് മിനിറ്റിലാണ് പബ്ലിഷർ എന്നോട് ചോദിച്ചു പേരായോ. അപ്പൊ ഞാൻ ചോദിച്ചു, പഠിച്ചോനെ ഈ പേര് പറയാൻ എനിക്ക് മടിയായി, ഇത് എന്താ സാധനം ചോദിക്കല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ പേരായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പേര് ഒരു കടലാസിൽ എഴുതിയാക്കി കൊടുത്തു. ഒരു ഇതെന്താ സംഭവം, ഞാൻ പറഞ്ഞു അത് ഇട്ടാ മതി, ഇത് ക്ലിക്ക് ആവില്ലൊന്നും എനിക്കറിയില്ല. കാരണം ഇത് എഴുതി ഏകദേശം 1.25 വർഷം ഞാൻ വീട്ടിൽ തന്നെ പൂട്ടിയിട്ട സാധനമാണിത്, ഒരു മനുഷ്യൻ പോലും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. റീസെന്റ് ആണ് ഇത് ആൾക്കാർ അറിയുന്നത്. പിന്നെ ആ പേര് പലരും പറഞ്ഞു ഈ പേര് ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവട്ടെ എന്നുള്ള ഇതിന്റെ അർത്ഥം അങ്ങനെ വായിച്ചുള്ളവരും മറിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പുസ്തകത്തിൽ പറയുന്നുണ്ട്, കഞ്ഞിയും മാന്തളും ചോറും കർമൂസ കൂട്ടാനും ഒരു മുഴുവൻ പപ്പടവും തേങ്ങാച്ചോറും ഇറച്ചിക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൊതി തോന്നുന്ന കുറച്ച് വിഭവങ്ങളുണ്ട്. അപ്പൊ ബാല്യകാല രുചികൾ എങ്ങനെയാണ് പുസ്തകത്തിലേക്ക്? അതില് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായി ബുളുബുളു ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. ബുളുബുളുവിന്റെ റെസിപ്പി അതൊന്നും കിട്ടിയിട്ടുണ്ട്. അതെ, പലരും അധികം ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നിന്നും ബോംബെ നിന്നൊക്കെ ഈ കൊറിയർ വഴി പുസ്തകം വാങ്ങിച്ചിട്ട് ആൾക്കാരെ അവരൊക്കെ ഭയങ്കര ഹൈലി നൊസ്റ്റാൾജിക് ആയി എന്ന് പറഞ്ഞു. ഈ ബുളുബുളു അവരൊക്കെ പലപ്പോഴും കൊല്ലത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് കശുമാങ്ങ തോപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പൊ അവരൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയൊരു സാധനമാണെന്ന് പറഞ്ഞു, കശുമാങ്ങ നീരും ഈ ശർക്കരയും. ശരിക്കുള്ളൊരു സാധനമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എപ്പോഴും ഈ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇപ്പൊ ഇത് കുട്ടിയൊക്കെ എന്ത് ബുളുബുളു, ഞങ്ങളൊക്കെ ഒരുപാട് കാലം ഉണ്ടാക്കിയതാണ്. വീട്ടിൽ നിന്ന് ഒരു ചട്ടി ആരും കാണാതെ എടുത്ത് പറമ്പിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കാരണം ആ ചട്ടിയിൽ അത് പിടിക്കും, അതിങ്ങനെ ഇളക്കി ഫൈനലി അത് ഭയങ്കര തിക്കാവും, അതിങ്ങനെ വലിച്ചാൽ കിട്ടാത്ത രീതിയിലായി പോകും. ഉണ്ടാക്കുന്നത് 1 കിലോ ആണെങ്കിൽ 250 ഗ്രാം ചട്ടിയിൽ ഒട്ടിപ്പോവും. ആ ചട്ടി കേടി വരുത്തിന് വേറെ അടി വീട്ടിൽ നിന്ന് കിട്ടാനും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു നൊസ്റ്റാൾജിക് നമ്മളെ മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ അത് ഒരുപാട് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ഉണ്ടാക്കുന്ന ഒരു സാധനമാണത്. പിന്നെ അതുപോലെ തന്നെ ഈ ചമ്മന്തിയും കർമൂസയും ഈ സാധനങ്ങളൊക്കെ ആയിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഈ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായമോ സംഭവങ്ങളൊന്നും അതിലില്ലല്ലോ. അപ്പൊ ഞാൻ അതിൽ ബാല്യകാലം കുറച്ചും കൂടി ലാബറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. മീൻസ് നോവലിന്റെ ഒരു മുക്കാഭാഗം ഈ ബാല്യവും ഗ്രാമീണ കാഴ്ചകളുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഏത് പുസ്തകം എഴുതുമ്പോഴും അതിലൊരു 1-2 ചാപ്റ്റർ എന്റെ നാടിന് വേണ്ടി ഞാൻ മാറ്റി വെക്കാറുണ്ട്. നാടിന് നമ്മുടെ കോഴിക്കോട് തന്നെയാണ് പുസ്തകത്തിന്റെ 70% ഉള്ളത്. ഇവിടുത്തെ ക്രൗൺ തിയേറ്ററും അങ്ങനത്തെ കോഴി ബിരിയാണിയും കറക്റ്റ് ആയിട്ട് അതെല്ലാം അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സംസ്കാരം എങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുള്ളത്? അതായത് ഇതൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളതാണ്, കേട്ട് വളർന്നിട്ടുള്ളതാണ്. കോഴിക്കോട് ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് കോഴിക്കോടിന്റെ കഥകളും അവിടുത്തെ പഴയകാല അനുഭവങ്ങളൊക്കെ. എൻ്റെ വീട്ടിൽ വരുന്ന അധികം ആൾക്കാരും ഇങ്ങനെ കഥകളൊക്കെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കുമായിരുന്നു. ആ കേൾക്കുന്ന സാധനങ്ങളൊക്കെ ഓരോ സമയത്ത് ഞാനിങ്ങനെ എവിടേക്കാണ് ആവശ്യം വരുന്നത് വെച്ചിട്ട് അതിങ്ങനെ
ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോവുക ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പൊക്കെ നമ്മൾ സൗഹൃദങ്ങളെ കുറച്ചുകൂടി ഡീപ്പായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് നമ്മളെ അന്വേഷിച്ച് നമ്മളെ വീട്ടിൽ വരികയാണ്, അയാളെ കണ്ടിരുന്നോന്ന് ചോദിക്കും, നിസാറിനെ കണ്ടിരുന്നോന്ന് ചോദിക്കുമ്പോൾ നിസാർ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ എൻ്റെ സുഹൃത്ത് എന്നെ തേടി വരും. റാഫിന്റെ വീട്ടിൽ ചോദിക്കും, നിസാർ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്ത ആള് അങ്ങനെ 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 നമ്മളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല, ഓട്ടെ ഇനി അവനെ വേണ്ട, നമ്മൾ വേറെ ഏതെങ്കിലും ഫ്രണ്ടിനോട് കാര്യം പറയാന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പം ഇന്റർനെറ്റ് വന്നതോടുകൂടി നമുക്ക് ഒരുപാട് സൗഹൃദം, മീൻസ് ഫേസ്ബുക്കിൽ ചിലപ്പോൾ നമുക്ക് 1,00,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ 1,00,000 ആളുകൾ നമ്മളെ ഫോളോവേഴ്സ് ഉണ്ടാവുമെങ്കിലും ഒരാൾ പോലും നമ്മളെ ക്ലോസ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നമുക്കൊരു 5 സുഹൃത്താണെങ്കിൽ ആ 5 സുഹൃത്ത് നമ്മൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും നമ്മളെ തെരഞ്ഞു കണ്ടുപിടിക്കും. ഓനെ കണ്ടിരുന്നു എന്ന് വെച്ചിട്ട് നമ്മളെ കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ആ സാധനങ്ങളൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സൗഹൃദത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് അബ്ദുവും മുനീറും തമ്മിലുള്ള സൗഹൃദം തന്നെയായിരുന്നു. അബ്ദുവിന്റെ ഭാഗത്ത് നോക്കുമ്പോ അബ്ദു ആദ്യമായിട്ട് ഈ പാരഗണിന്ന് കോഴി ബിരിയാണി കഴിച്ച് അപ്പൊ അബ്ദുവിന് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവും? പുസ്തകത്തിന്റെ പുറത്തുനിന്നുള്ളതാണ്. അതെ, അതെന്ന് വെച്ചാല് അവരുടെ അന്നേ പാരഗൺ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പൊ പാരഗണിന് ഒരു ബിരിയാണി കഴിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലെ നാട്ടിൻപുറത്തുള്ള ഒരു മനുഷ്യന് ഭയങ്കര വലിയൊരു ഇതായിരിക്കും. ക്രൗൺ തിയേറ്ററിലെ ഒരു സിനിമ ആണ് പാരഗൺ. അതൊക്കെ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടില്ല, അതുപോലും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല അവിടെ. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവര് കോഴിക്കോട് എത്തുന്നതും പാരഗണിന് ബിരിയാണി കഴിക്കുക. അത് ചിലപ്പോൾ അയാളുടെ ലൈഫിലെ ഏറ്റവും വലിയ അത് ഞാൻ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഡ്രീംസ് തന്നെ അതൊക്കെ വലിയ ഡ്രീമാണ്. അപ്പോ നിഷ്കളങ്കമായിട്ടുള്ള കുറെ ആഗ്രഹങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ എനിക്കൊരു BMW വേണ്ടിയിരുന്നല്ലോ, അല്ലെങ്കിൽ ഐഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് കിട്ടണം എന്നൊക്കെയാണ് ഇപ്പോഴുള്ള തലമുറയുടെ ഏറ്റവും വലിയ ഡ്രീംസ്. പക്ഷെ അന്ന് വെച്ചാൽ ആഗ്രഹങ്ങളൊക്കെ ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് സിമ്പിൾ ആയിരുന്നു. അതാണ് ഞാൻ അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പുസ്തകത്തില് കുടുംബത്തിനെ കുറിച്ചും ദാമ്പത്യത്തിനെ കുറിച്ചും അത്ര നല്ല കാഴ്ചപ്പാടല്ല മുനീറിനുള്ളത്. മുനീർ എല്ലാം കുടുംബം ശരിയല്ല, ദാമ്പത്യം ശരിയല്ല, സിംഗിൾ ആയിട്ട് നടക്കുന്നതാണ് നല്ല ആ രീതിയിൽ ചിന്തിച്ച ഒരാളാണ്. വ്യക്തിപരമായിട്ട് സാറിന്റെ അഭിപ്രായമാണ് പുസ്തകത്തിലൂടെ പുറത്തേക്ക്? അതായത് ഒരു ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടുപാടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യം. കാരണം നമ്മളുടെ ആ ക്രിയേറ്റിവിറ്റി പലപ്പോഴും നമുക്കിങ്ങനെ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഒരു സ്വസ്ഥമായിട്ടിരുന്ന് എഴുതുക അതൊന്നും സംഭവിക്കില്ല. ആഫ്റ്റർ മാരേജ് കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു 50% ഞാൻ അതിൽ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫിനും അതറിയാം. ഇവ ആഫ്റ്റർ മാരേജ് ലക്കിലി അവൾക്ക് എൻ്റെ ഒരു ഇത് മനസ്സിലായിട്ടുണ്ട്, എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലാണ് എൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഞാൻ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു പേഴ്സണൽ സ്പേസ് ഇട്ട് കൊടുത്തിട്ടാണ്, അല്ലാത്തൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ പെട്ടുപോയേനുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ അങ്ങനെ. അപ്പോൾ ആ കഥാപാത്രത്തിന് വന്നിട്ടുള്ളതൊക്കെയും ബന്ധങ്ങളിൽ നിന്നുള്ള മുറിവുകളാണ്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റേത് ആൾക്കാരുടെ ലൈഫിലേക്ക് നോക്കുമ്പോഴും അയാൾ വോൺ ചെയ്യും, വേണ്ട മോനെ റിലേഷൻഷിപ്പിന് പോകണ്ട, കല്യാണം കഴിക്കണ്ട. നല്ലൊരു ദാമ്പത്യം പോലും ഇതിൽ കാണിച്ചിട്ട് അതിലുള്ള ഒരുവിധം ദാമ്പത്യങ്ങൾ മീൻസ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയമാണെങ്കിലും അധൂരി കഹാനി എന്ന് പറഞ്ഞ പകുതിക്ക് നിന്ന് പോയതാണ്. അതെ, ശരിയാ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ. പെൺമക്കൾ ഉറക്കാൻ വേണ്ടിയിട്ട് ഉമ്മമാര് പാടുന്ന പാട്ട് ഉമ്മാക്കും ഉപ്പാക്കും ദുഃഖം തരാതെ നല്ലൊരു കൈ ചേർക്കണേ, ആൺകുട്ടികൾ ഓർക്കുമ്പോ പഞ്ചാര മുത്തല്ലേ, റബ്ബ തന്നൊരു സ്വത്തല്ലേ, ആ രീതിയില്. അന്നത്തെ കാലത്ത് മാതാപിതാക്കള് പെൺമക്കളെ ആൺമക്കളെയും കണ്ട രീതി വ്യത്യസ്തമായിരുന്നു. പെൺകുട്ടികളെ ഒരു ബാധ്യതയായിട്ടും ആൺകുട്ടികളെ ഒരു പ്രതീക്ഷയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ആ കാലഘട്ടത്തിന് എങ്ങനെയാണ് പുസ്തകത്തിൽ കൂടെ പ്രതിഫലിപ്പിച്ചത്? അത് ഞാൻ കേട്ടിട്ടുള്ള മീൻസ് കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോഴും നമ്മളെ നാട്ടിൻപുറത്തൊന്നും അത് മാറിയിട്ടില്ല. ഒരു നിങ്ങൾക്ക് 2 പെൺകുട്ടികളല്ലേ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ തന്നെ ഒരു കുട്ടി പ്രസവിക്കുന്ന. അതായത് എനിക്ക് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ എനിക്ക് മോളാണ് ഉണ്ടായത്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ള ഒരു സ്ത്രീ എന്നിട്ട് വന്നിട്ട് എന്നെ ചോദിച്ചാൽ എന്താ പ്രസവം കഴിഞ്ഞ് മോളാണെന്ന്. അതൊന്നും സാരല്ല, അതൊന്നും സാരല്ല എന്നോട് എനിക്കൊരു അപകടം പറ്റിയ പോലെ. അപ്പൊ ഞാൻ എന്നായി പോയി, സാരല്ല, അപ്പൊ ആണാണ് പെണ്ണാണ്. അപ്പൊ ഇന്നും ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള രീതിയിൽ ആൾക്കാർ ഭയങ്കര കൺസേൺഡ് ആണ്. ഒരു ആൺകുട്ടി ആയാല് അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളും. കാരണം ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് തന്നെ. ഇപ്പോഴൊക്കെ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടാണല്ലോ കുട്ടികളെ പോകുന്നത്. പക്ഷെ അന്നൊക്കെ എന്ന് വെച്ചാൽ 5ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ കുട്ടികളെ പുറത്ത് എന്തെങ്കിലും പണിക്ക് പോയിട്ട് വീട്ടിലേക്കുള്ള ഇൻകം കൊണ്ടുവരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ പെൺകുട്ടികൾ എന്ന് വെച്ചാൽ അവരെ കല്യാണം കഴിച്ച് അയപ്പിക്കണം, അത് സ്ത്രീധനം, ഇതൊക്കെ ഒരു വലിയൊരു സോഷ്യൽ കസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് അത്
ആ ഒരു പീരീഡിൽ മാത്രമല്ല ഇപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. പുസ്തകത്തിൽ തന്നെ ആമിനമ്മയുടെ മക്കൾക്ക് വയസ്സ് വിടുമ്പോ 15 വയസ്സാകുമ്പോഴേക്കും നെഞ്ചിൽ ഭയങ്കര 15 എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാലം, അന്ന് ഈവൻ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സോ അല്ലെ പാരന്റ്സ് ഒക്കെ 13, 14 കല്യാണം കഴിയുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ 15 വയസ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു വലിയ പ്രായമായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. കാരണം ഒന്നാമത് ഫിനാൻഷ്യലി ഭയങ്കര ബാക്ക്വേർഡാ, പിന്നെ കാണാനും സൗന്ദര്യം ഇല്ല എന്നല്ലേ പറയുന്നുണ്ട്. ബറക്കത്തില്ലാത്ത പെൺകുട്ടികളാണ് എനിക്ക് കിട്ടിയെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ സൗന്ദര്യവും സമ്പത്തും ഇല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എപ്പോഴും സൊസൈറ്റിയുടെ നമ്മൾ വലിയ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഭയങ്കര എന്താ പറയാ ലൈഫ് ലിവിങ് സ്റ്റാൻഡേർഡ് വലുതായിട്ടുണ്ട്, നമ്മുടെ കാഴ്ചപ്പാട് വികസിച്ചെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ സ്ത്രീധൻ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വിസ്മയന്റെ കേസൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത്രയും 100, 150 പവനൊക്കെ ചോദിച്ച് വാങ്ങി കുത്തിന് പിടിച്ച് വാങ്ങിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ കാലഘട്ടത്തിനും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ട് എന്തെങ്കിലും കൊടുത്ത് പെൺപിള്ളേരെ ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഒരു ലാൻഡ് ഷെയർ എന്നൊക്കെ പറയാം, ഒരു വലിയ മെജോറിറ്റി അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമിനുമ്മേനെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ സത്യത്തിൽ ആമിനുമ്മ കഥയിലെ വില്ലത്തിയാണോ? എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോ ഒരു തരത്തിലൊരു സിമ്പതി അവരോട് തോന്നിയത്. അത്രയും വർഷം ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാതെ പെട്ടെന്ന് ഭർത്താവ് തിരിച്ചു വന്നപ്പോ തോന്നിയതായി. അതെ, ഒരു വില്ലത്തി അല്ല അത്. നമ്മള് എല്ലാവരും ഓരോരുത്തരുടെ കഥയിലും വില്ലനോ നായകനോ ഒക്കെ ആവും പറയും പോലെ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതുവരെ സന്തോഷം കിട്ടിയിട്ടില്ല, നല്ലൊരു വസ്ത്രം കിട്ടിയിട്ടില്ല, നല്ലൊരു ആഭരണം ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയും തന്നെ ദുരിതത്തിലാക്കിയ ഭർത്താവ് എന്തെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ അയാളെ കൊല്ലണം എന്നുള്ള ഇതിൽ പകയോട് കാത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. പക്ഷേ അത്രയും സമ്പത്തുമായിട്ട് അയാൾ തിരിച്ചു കയറി വന്ന സമയത്ത് ഷീസ് റെഡി ടു കോംപ്രമൈസ്. അയാൾക്ക് വേണ്ടിയിട്ടല്ല, ഇതുവരെ തന്നെ നാട്ടുകാര് എഴുത്തി പറഞ്ഞ നാട്ടുകാര് അല്ലെ ഈ സ്ഥാനത്തിനും പൈസക്കൊക്കെ ഒരു വില ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവരുടെ ലൈഫിൽ. അത്രയും ഹാർഡ്ഷിപ്സിലൂടെ കടന്നുപോയ ആള്. അപ്പോൾ ഓക്കെ ഫൈൻ, ഇപ്പൊ പൈസ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ലിവിങ് സ്റ്റാൻഡേർഡ് വലുതാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു സാധു സ്ത്രീ അല്ലേ. അപ്പൊ അവർ ആരായാലും ഇന്നത്തെ കാലത്ത് കുറച്ച് പൈസ കയ്യിൽ കിട്ടുന്ന സമയത്ത് വി ആർ റെഡി. ഈവൻ നൗ ഇപ്പൊ ആണെങ്കിലും നമുക്കിപ്പോ ഒരു 10 ലക്ഷം തരാന്ന് പറഞ്ഞാൽ ഒരാള് നമ്മളോട് ചെയ്ത പാപം പെട്ടെന്ന് നമ്മൾ ഫൊർഗീവ് ചെയ്തേക്കാം. കാരണം പണം കൊണ്ട് മായ്ക്കാൻ പറ്റാത്ത മുറിവുകൾ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട്. പറയാനുള്ളത് പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ പ്രണയത്തേക്കാൾ വിരസതയുള്ള ഒന്നും ലോകത്തില്ല. അതുപോലെ തന്നെ പറയാത്തോളത്തോളം കാലം തന്നെ പ്രണയത്തേക്കാൾ മനോഹരമായ വികാരം ഭൂമിയിലൊന്നും ഇല്ല. അങ്ങനെ പറയുന്ന വരികൾ പുസ്തകത്തിലുണ്ട്. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ലോട്ടറിയാണ് ദാസപ്പന്റെയും ബ്രീജിത്തയുടെയും ലവ് സ്റ്റോറി. ഈ വരികൾ ഇവരുടെ പ്രണയത്തിലേക്ക് എത്താനുള്ള കാരണം പ്രണയത്തെക്കുറിച്ച് ഈ കോൺസെപ്റ്റ് തന്നെയാണോ? അതെ, അതായത് പ്രണയിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ തീരാത്തത്രയും വിശേഷങ്ങൾ ഉണ്ടാവും. ഈ ഫോൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ പിന്നെ വേറെന്താ വെച്ചാല് അവർക്ക് ഒരിക്കലും പറഞ്ഞു തീരാ. മീൻസ് നമുക്ക് പറയാനുള്ളതൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രണയം അട്ട ബോറിംഗ് ആയിരിക്കും. വേറെ ഇപ്പൊ എന്താ, ഒന്നും പറയാനില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് ഇൻഫിനിറ്റ് ഭാവനയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഏറ്റവും കൂടുതലായിരിക്കും. കാരണം നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള തിടുക്കത്തിലായിരിക്കും. അത്രയും മനോഹരമായി മിതഭാഷിയായിട്ടുള്ള സ്വീറ്റായിട്ട് സംസാരിക്കുന്ന, സ്വീറ്റായിട്ട് സ്മൈൽ ചെയ്യുന്ന ഒരാളായിരിക്കും നമ്മൾ ഈ പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ. നമ്മൾ തന്നെ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് എടുക്കുന്ന റോളാണത്. കാരണം നമ്മളെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് മാത്രമേ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ റിയാലിറ്റി കണ്ടാൽ ചിലപ്പോൾ ആ പ്രണയം അതോടുകൂടി ചിലപ്പം ഇല്ലാതായി പോയേക്കാന്നുള്ള പേടി കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ പറയാത്തടത്തോളം കാലം പ്രണയം ഭയങ്കര മധുരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് കീപ്പ് ചെയ്യാന്നുള്ളതാണ് പ്രണയത്തിന്റെ ഏറ്റവും വലിയ ഇത്. അതിന് എക്സാമ്പിൾ ആയിരുന്നു ദാസപ്പന്റെയും ബ്രീജിത്തയുടെയും. അതെ, അത് അവര് ഇങ്ങനെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന കാലഘട്ടത്തിൽ അത് ഭയങ്കര രസകരമായിരുന്നു. പക്ഷെ വൺസ് ഇറ്റ് ഇസ് ഔട്ട് കഴിഞ്ഞു. അതെല്ലാ പ്രണയത്തിലും അങ്ങനെ തന്നെയാണ്. പുറത്തറിയുന്നതോടുകൂടി പിന്നെ അതിൽ പറയുന്നുണ്ട്, ഇന്നത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലെ സമാധാനം എന്നേക്കും ഇല്ലാതാകാൻ പോവാണെന്ന്. തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പ്രണയിക്കാൻ തുടങ്ങുന്നത്. അതെ. അപ്പോ അത് കാരണം 2 കാസ്റ്റ്, പിന്നെ സാമ്പത്തികമായിട്ട് 2 തട്ടിലുള്ള മനുഷ്യന്മാര് അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാജിക് ലവ് ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രണയിക്കുന്ന 2 ആൾക്കാരാണ് ദാസനും ബ്രിജിത്തയും. അവരെപ്പോഴും ഒരു വേദനയാണ് വായിച്ചു കഴിഞ്ഞാല്. കാരണം അതെ, അങ്ങനെയാണത്. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ഇതുവരെ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതായിരുന്നു? ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഞാനിപ്പോ കുറച്ച് മുമ്പ് പോയതാണ്. പക്ഷെ ഞാനിപ്പോ ഈ പുസ്തകത്തിന്റെ 2ാം ഭാഗത്തിന് വേണ്ടിയിട്ട്, കാരണം ആളുകൾ കാശിയെ കുറിച്ച് കൂടുതൽ വേണം എന്നിങ്ങനെ, കാരണം 70% കോഴിക്കോടിനെ കുറിച്ചാണല്ലോ എഴുതിയത്. അപ്പോൾ ഇനി ഒരു 50% കാശിയെ കുറിച്ചും പൂർണ്ണാനന്ദയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും എഴുതണം എന്ന് എന്നോട് ഇങ്ങനെ നിരന്തരം പറയും. ഇപ്പം എന്നോട് പ്രമുഖമായിട്ടുള്ള എല്ലാ പബ്ലിഷേഴ്സും 2ാം പാർട്ട് അവർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്.
അപ്പം ഞാൻ അതില് വാലി ഓഫ് സെയിൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, സൂഫികളുടെ താഴ്വര. അതെന്ന് വെച്ചാൽ നമ്മുടെ ഔറംഗാബാദ് എല്ലോറ ഗുഹാ ക്ഷേത്രങ്ങളുണ്ട്, അജന്ത എല്ലോറ. എല്ലോറയിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ പോയാൽ കുൽദാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ സൂഫികളുടെ താഴ്വര എന്ന് പറഞ്ഞത്. ഒരു ഏകദേശം 1400-ലധികം സൂഫി സെയിൻസിന്റെ മക്ബറകൾ, മീൻസ് കുടീരങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ഈവൻ നമ്മുടെ ഔറംഗസീബിന്റെ കുടീരമൊക്കെ ആ സൂഫികളുടെ താഴ്വരയിലാണുള്ളത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് കേട്ടോ. അവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു ഫീലാണ്, കാരണം നമ്മൾ ഏതോ ഒരു റയിലൂടെ ഇങ്ങനെ നടക്കുന്ന പോലെ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ അത്രയും പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ്സ് ഒന്നും അല്ലത്. അതിങ്ങനെ ചെതറിക്കിടക്കുക, ആരും അത്രയും നമ്മൾ അവിടെ ഇരുന്നാലോ കിടന്നാലോ ആരും ഒന്നും പറയില്ല. അപ്പോൾ ഒരു വലിയ രാജാവിന്റെ കൂടെ ഔറംഗസീബിന്റെ അടുത്ത് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് കിടക്കാം, ആരും ഒന്നും പറയില്ല. അതൊരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ അത് അജന്ത എല്ലോറ കേവ്സ് അത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള, ഞാൻ അതിനൊരു ഇന്റർപ്രിറ്റേഷൻ ഈ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദശാവതാരം ഉണ്ടല്ലോ, ദശാവതാരത്തിനെ എവല്യൂഷനായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു. അല്ലെ, മത്സ്യം, കൂർമ്മം, വരാഹം എന്നുള്ളത് ആ ഒരു, അതായത് ഇപ്പം നമ്മൾ ചാൾസ് ഡാർവിന്റെ ഇതിൽ പറയുന്നത് മനുഷ്യൻ എയ്പ്പിൽ നിന്നല്ലേ, ആൾക്കുരങ്ങിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം പുരാണങ്ങളിൽ സയന്റിഫിക് സ്റ്റഡി നടത്തിയിട്ടുള്ള ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ പുരാണങ്ങളിൽ തന്നെ ഈ ദശാവതാര കഥ എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ഓഫ് മാൻകൈൻഡ് എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യന്റെ ജീവന്റെ ഉൽപ്പത്തി ഉണ്ടായിരിക്കുന്നത് ജലത്തിൽ നിന്നാണെന്നാണ് സയൻസ് പറയുന്നത്. അപ്പം ഫസ്റ്റ് അവതാരമായിട്ടുള്ള മത്സ്യം ജലത്തിൽ നിന്ന്, സോ അത് സിഗ്നിഫൈ ചെയ്യുന്നത് ജലത്തിൽ നിന്ന് ജീവൻ ഉണ്ടായി എന്നാണ്. നെക്സ്റ്റ് വരുന്നത് കൂർമ്മം. കൂർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? കൂർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? സത്യം പറഞ്ഞാൽ ഞാനും മറന്നുപോയി. ആമ. ആമ എന്ന് വെച്ചാല് ആമ കരയിലേക്ക് വരുന്നു, അതായത് ജീവൻ ജലത്തിൽ നിന്നും കരയിലേക്ക് വരുന്നു. എന്താ ആംഫീബിയൻ എന്ന് പറയില്ലേ, ഉഭയജീവി, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന രീതിയിലേക്ക് മനുഷ്യന്റെ ആ ഒരു ജീവന്റെ പരിണാമം സംഭവിച്ചു. പിന്നെ വരാഹം എന്ന് വെച്ചാൽ പന്നി എന്ന് പറയുന്ന സമയത്ത് അത് ജലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ അതിന് ചതുപ്പ് നിലങ്ങളോടാണ് താല്പര്യം. അതായത് എവല്യൂഷന്റെ പ്രോസസ്സിൽ ഗോത്ര വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു, കാരണം അപരിഷ്കൃതമാണ്, സൈസ് വലുതായിട്ടുണ്ട്. കൂർമ്മത്തുനിന്ന് വരാഹത്തിൽ എത്തിയപ്പോഴേക്കും സൈസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ബ്രെയിൻ അത്ര ഡെവലപ്പ് ചെയ്യാത്ത ഒരു വിഭാഗത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ നരസിംഹം, അതിന് കുറച്ചും കൂടിയും ഡെവലപ്പ് ചെയ്ത് മനുഷ്യനും മൃഗവും എന്നുള്ള രീതിയിൽ. അതിൽ അത് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അതായത് അങ്ങനെ ഓരോ 10 അവതാരങ്ങളെയും നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഫൈനൽ ഇതിലേക്ക് എത്തുന്നത് വരെ നോക്കുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ഇവല്യൂഷൻ ഈ പുരാണങ്ങളിൽ ഉണ്ട് എന്നാണ് അതിനെ സ്റ്റഡി ചെയ്തിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് പറയുന്നത്. അപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതുകൊണ്ട് ഞാൻ ഇതിൽ അത് രണ്ടാമത്തെ ഭാഗത്തിൽ അതിനെ ബേസ് ചെയ്തിട്ടൊരു ചാപ്റ്റർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആണ് ഓൾമോസ്റ്റ്. ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്പൊ കുടജാദ്രി പോയത്. കുടജാദ്രിയിൽ ഒരു 2 ദിവസം ഞാൻ സ്റ്റേ ചെയ്തു, ഡിസ്കണക്ട് ചെയ്തു എല്ലാത്തിനും. സൗപർണികയിൽ ഒന്ന് കുളിച്ചു, റിഫ്രഷ്ഡ് ആയി. അപ്പൊ ഏകദേശം ഒരു 2-3 ചാപ്റ്റേഴ്സ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വരവ് നേരെ ഇങ്ങോട്ട് ഇപ്പൊ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങി വന്നത്. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. അപ്പോ ഈ ചെയ്ത യാത്രകളിൽ മനുഷ്യൻ ഇത്രേ ഉള്ളൂ എന്ന് തോന്നിയൊരു സന്ദർഭവും മനുഷ്യൻ ഇത്രേ ഉണ്ടെന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇത്രേ ഉള്ളൂ എന്ന് തോന്നിയത് മണികർണിക ചെല്ലുന്ന സമയത്ത് തന്നെയാണ്. കാരണം ഒരേ സമയത്ത് ഒരു 500 ബോഡീസ് ആണ് അവിടെ ക്രിമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്, മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്, ബ്ലീച്ചിങ് ചെയ്യുന്നുണ്ട്, ബട്ടോക്സ് ചെയ്യുന്നുണ്ട്, ഫില്ലേഴ്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന ഡയറ്റ്, കീറ്റോ ഡയറ്റ്, മറ്റേ ഡയറ്റ്, ജിമ്മിൽ പോകുന്നുണ്ട്. ഇത്രയും നമ്മൾ കെയർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനെയാണ്. അതിലൊരു പോറല് വന്നാൽ പോലും നമ്മൾ സഹിക്കില്ല. ആരെങ്കിലും നമ്മളെ മേത്ത് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഭയങ്കര ഇതായിരിക്കും. പക്ഷെ ആ ഒരു ബോഡി, ഈ സോൾ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട. അത് നമ്മൾ അത്രയും പ്രിയപ്പെട്ട ആളാണ്, ഞാൻ അതിനെ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം ഇരിക്കും? ഒരു 3 days നമ്മൾ അങ്ങനെ വെച്ചോണ്ടിരിക്കും. 4th day വേംസ് വരാൻ തുടങ്ങും. അതോടുകൂടി അറപ്പാവും നമുക്ക് ആ ബോഡി എങ്ങനെയെങ്കിലും നമുക്ക് ഒഴിവാക്കണമെന്നേ തോന്നുള്ളൂ. അങ്ങനെ ആ ബോഡി എന്നുള്ള സംഭവം, അതായത് നമ്മുടെ അഹങ്കാരം ഇല്ലാതാവുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് അവിടെ ആൾക്കാരിട്ടിട്ട് ആ തലയോട്ടിക്ക് ഇങ്ങനെ അടിച്ച് പിളർത്തിയിട്ട് ആ ഒരു സീനൊക്കെ വെച്ചാൽ ഭയങ്കര, അതായത് ഒരു വിലയില്ല മനുഷ്യ ശരീരം. അത് അവിടെ സൂക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല, അത് എടുത്ത് കത്തിക്കാന്നല്ലാതെ അതിലപ്പുറം ഒന്നും ചെയ്യാനില്ല. അപ്പൊ ആ ഒരു ലെസൺ
മണിക്കർണിക എന്നോട് പലരും ഈ കമന്റ് ബോക്സ് ഒക്കെ എനിക്ക് തുറക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഹേറ്റ് കമന്റ്സും നെഗറ്റീവ് കമന്റ്സും അതിൽ വരുന്നുണ്ട്. നീ ഒരു മുസ്ലിം അല്ലേ, നീ എന്തിനാ കാശിയിൽ പോകുന്നത്, കാശിന്റെ കാര്യം നോക്കാൻ ഞങ്ങളില്ലേ, നിന്റെ ആവശ്യമുണ്ടോ കാശിന്റെ കഥകൾ പറയാന്നൊക്കെയാണ് അതിലെ ആൾക്കാരെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു പൊന്നാര സഹോദരന്മാരെ, ഞാൻ പോകുന്നത് അവർ പലരും പറയുന്നത് പലർക്കും പല പേടികളാ. ചിലര് പറയുന്നത് ഹിന്ദുക്കളിൽ നിന്ന് കുറെ ആൾക്കാരെ മുസ്ലിം ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ കമ്മ്യൂണിറ്റിക്കാർ വിചാരിക്കുന്നത് ഇവിടുന്ന് കുറെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട്? എനിക്ക് ഒരു മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടുപോകണ്ട, നമ്മൾ തന്നെ ഇതിൽ ഇങ്ങനെ ഓരെ പറ്റി ജീവിച്ചു പോവാ. ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതോ അങ്ങോട്ട് കൊടുത്തിട്ടോ എനിക്കൊന്നും കിട്ടാനില്ല. എനിക്കതിന് ഞാൻ അത്രയും സെൻസ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല. ഈ മതത്തിന്റെ പേരിൽ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും തരം തിരിച്ച് കാണാന്നുള്ളത്. കാശിയിലോ ബത്ലഹേമിലോ മക്കയിലോ എവിടെ വേണമെങ്കിലും ഞാൻ പോകും. എനിക്ക് നമ്മുടെ മനസ്സിലൊരു ഭക്തി ഉണ്ട്, നമുക്ക് ഒരു ഫെയ്ത്ത് ഉണ്ട്. അത് ഉള്ളിൽ കീപ്പ് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരെ എംബ്രേസ് ചെയ്യുക, അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുക, അവരുടെ കൾച്ചർ ആസ്വദിക്കുക. അല്ലാതെ അതിന് കുറ്റം പറയാനോ അതിന് ഇതാക്കാനോ ഒന്നും ഞാൻ പോകാറില്ല. ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കാറ്, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ ഗംഗാ നദിയെ മലിനമാക്കുന്നത് ഭയങ്കര വിഷമത്തോടെയാണ് കാണുക. കാരണം പാതി വെന്ത ശരീരം, അത് ഏകദേശം ഒരു 1/4 വേവാകുമ്പോഴേക്കും അവരെടുത്ത് അങ്ങോട്ട് എറിയും. എന്താ വെച്ചാൽ ഇറ്റ്സ് എ ബിസിനസ്. അവർ ലേലം വിളിച്ചെടുക്കുക ബോഡി, ഇവിടെ വരും ഇവിടെ വരും, ഇവിടെ കൊണ്ടിടും ഇവിടെ കൊണ്ടിടും എന്ന് പറഞ്ഞിട്ട് ഇത് കത്തി പകുതി ആകുമ്പോഴേക്കും അവരെ എടുത്തിട്ട് അടുത്തേ വിളിക്കാം. അപ്പോ ഭക്തിക്കപ്പുറം അവിടെ വലിയൊരു ബിസിനസ്. കാശി മരണം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു നഗരമാണ് കാശി. അവിടെ ഡെത്ത് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം മരണം അവർക്കൊരു വിഷയമേ അല്ല. നമ്മൾ ഇവിടെയൊക്കെ ഒരാൾ മരിക്കുമ്പോൾ നമ്മളെല്ലാവരും മൗനം ആചരിക്കലും ദുഃഖാചരിക്കലൊക്കെ ഉണ്ട്. അവിടെ അതൊരു ആത്മാവിന്റെ ഘോഷയാത്രയാണ്. അവർ സന്തോഷത്തോടു കൂടി അവര് അവിടുന്ന് ദഹിച്ച് തീരുമ്പോ വൈതരണിയിൽ കടന്ന് വലഞ്ചെവിക്കൽ താരകമന്ത്രം ഓതി കൊടുക്കാൻ പരമശിവൻ ഉണ്ടാവുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ നിന്ന് തപസ് ചെയ്യുക. അന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അനന്തമായിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. അപ്പൊ മരണം ആഘോഷിക്കാണ് കാശി. കാശിയിലേക്ക് പാതി വന്ന ശരീരം വലിച്ചെറിയാന്നൊക്കെ പറഞ്ഞല്ലോ. കാശീനെ ഗംഗയിലേക്ക്, ഗംഗനെ ഇത്രയും മലിനമാക്കുന്ന പുണ്യനദി ആയിട്ട് പോലും ആ ജലം കുടിച്ചാണ് മരിക്കുന്ന പോലും. അത്രയും മലിനമാക്കുന്ന മനുഷ്യനാന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് അത് കാണുന്ന സമയത്ത്, സത്യം പറഞ്ഞ ഗംഗ കാണുന്ന സമയത്ത് നമുക്ക് ആ പുണ്യവും പവിത്രതയും ഒന്നുമല്ല തോന്നുന്നത്. ടു ബി ഫ്രാങ്ക് അറപ്പ് തോന്നും. കാരണം അത്രയും ഒരു കൊഴുത്ത ദ്രാവകം പോലെയാണ് കാശിയുടെ പടവിലൂടെ അത് ഒഴുകി പോകുന്നത്. എന്നാലും ലാസ്റ്റ് മരിച്ച ശരീരത്തിൽ അല്ലെ വായിലേക്ക് ഈ ഗംഗാജലം ഒഴിച്ചു കൊടുക്കും. അതൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വിയേർഡ് ഫീലിംഗ് ആണ്. കാരണം ഞാൻ ഈ ഹിമാലയം മുതൽക്ക് ഇങ്ങനെ യാത്ര ചെയ്ത ഒരാളാണ്. ഹിമാലയത്തിന്റെ ഒറിജിനില് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് പ്യുവർ ആണ് ഈ ഗംഗ എന്ന് പറഞ്ഞാൽ. ഗംഗ ആണെങ്കിലും അളകനന്ദ ആണെങ്കിലും ഭാഗീരഥ ആണെങ്കിലും ഏതാണെങ്കിലും ഇറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് പ്യുവർ ആയിട്ടുള്ള വാട്ടറാണ്. നമുക്ക് അവിടെ നിന്ന് എത്ര വേണമെങ്കിലും കുടിക്കാം. അത്രയും പ്യുവർ ആയിട്ടുള്ള വാട്ടർ. പക്ഷെ അതിങ്ങനെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്താണ് ഇത്രയും പൊല്യൂട്ടഡ് ആവുന്നത്. എല്ലാ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസും വീട്ടിലെ വേസ്റ്റുകളും ഹോട്ടലിലെയും എല്ലാ വേസ്റ്റും ഈ ഗംഗയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ടാണ് അവിടെ അത്രയും മലിനമായിക്കൊണ്ടിരിക്കുന്നത്. പുണ്യമാണെങ്കിലും മനുഷ്യൻ തന്നെ മലിനമാക്കുന്നത്. അല്ലാതെ ഗംഗ ഒരിക്കലും മലിനമായിട്ടുള്ള ഒരു നദിയല്ല. ഗംഗയെ മലിനപ്പെടുത്തുന്നത് മനുഷ്യന്മാരാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഹിമാലയം മുതൽക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യണം. കാരണം നമ്മള് ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മാന എന്നൊരു വില്ലേജ് ഉണ്ട്. ആദ്യം അറിയപ്പെട്ടിരുന്നത് ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു, അങ്ങേ അറ്റത്ത്. അപ്പോൾ ഞങ്ങൾ എന്തിനും ലാസ്റ്റ് ആണ്, അവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ത്യൻ ടൂറിസം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മാനയെന്നാണ് തുടങ്ങുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് സരസ്വതി നദി മനുഷ്യർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഏക സ്ഥലം മാനയിലാണ്. മാനേന്ന് ഉത്ഭവിച്ചിട്ട് പിന്നെ അത് പാതാളത്തിലേക്കാണ് പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അത് അലഹബാദിൽ വെച്ചിട്ട് ഗംഗ യമുന സരസ്വതി സംഗമത്തിൽ മാത്രമാണ് പിന്നീട് അത് വരുന്നത്. പക്ഷെ അതൊക്കെ കാണുന്ന സമയത്ത് മിത്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതൊന്നും ഉണ്ടാവില്ല, അത് എന്തെങ്കിലും ഭൂഗർഭ അറയിലൂടെ ഒഴുകുക എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ആ ഒരു മിത്തിനോട് ചേർത്ത് വായിക്കുന്ന സമയത്ത് ഭയങ്കര, കാരണം അവിടെ വ്യാസ ഗുഹയുണ്ട്, ഗണേശ ഗുഹയുണ്ട്. വ്യാസ മഹർഷി ഇവിടെ ഇരുന്നിട്ടാണ് മഹാഭാരതം എഴുതുന്നത്. അതിങ്ങനെ ഗണേശനോട് പറഞ്ഞു കൊടുക്കുക എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ സരസ്വതി നദിയുടെ ശക്തമായ ഒഴുക്ക് കാരണം കേൾക്കുന്നില്ല അങ്ങോട്ട്. അപ്പൊ ശപിക്കുകയാണ്, നിന്റെ അഹങ്കാരം ശമിക്കട്ടെ, നീ ഇത് മുതൽ സൈലന്റ് ആയിട്ട് പാതാളത്തിലൂടെ ഒഴുകിയാൽ മതിയെന്ന്. അങ്ങനെ മോക്ഷം കൊടുക്കുന്നത് ത്രിവേണി സംഗമത്തിൽ നീ അവിടെ എത്തട്ടെ എന്ന്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇന്ത്യ പര്യടനം നടത്തുന്നത് തന്നെ എൻ്റെ ആധികാരിക ഗ്രന്ഥം എന്ന് വെച്ചാൽ രാമായണവും മഹാഭാരതമാണ്. കാരണം ഇന്ത്യയെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ ബൈബിളോ ഖുറാനോ എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ ഇന്ത്യൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ മിത്തോളജീസും കിടക്കുന്നത് രാമായണത്തിലും മഹാഭാരതത്തിലും. അല്ലാതെ ഞാനൊരു ഹൈന്ദവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനല്ല. എൻ്റെ വിശ്വാസത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വിശ്വാസത്തെ ഇതാക്കുക ഒന്നുമല്ല. ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം രാമായണവും മഹാഭാരതത്തിലുള്ള സംഭവങ്ങളാണ്
ഇവിടെ നമുക്ക് ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് ആയിട്ടുള്ളത്, അല്ലാതെ റിലീജിയസ് ആയിട്ടുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട് നോക്കണമെങ്കിൽ രാമായണത്തിലും മഹാഭാരതത്തിൽ തന്നെ ആയിരിക്കും. എവറിത്തിങ് ഇസ്, സ്ഥലനാമങ്ങളും എല്ലാം കണക്ട് ആയിട്ടിരിക്കുന്നത് ഈ നമ്മുടെ പുരാണങ്ങളുമായിട്ടാണ്. കുറെ സ്ഥലത്ത് യാത്ര ചെയ്തു പറഞ്ഞല്ലോ, അപ്പൊ അവിടുത്തെ ഫുഡ് കൾച്ചർ എങ്ങനെയായിരുന്നു? ഓരോ നാടിന്റെ രുചികളൊക്കെ എങ്ങനെയായിരുന്നു? രസമാണ്. അതായത് ഞാൻ വലിയൊരു ഫുഡിയൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാദേശിക രുചികൾ ഉണ്ടാവില്ല. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്ന കടുകെണ്ണയിൽ ഇത് ചെയ്യുന്ന സമയത്തൊക്കെ അതൊന്നും ഫീൽ, പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കടുകെണ്ണയിൽ വറവിട്ടാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ്. കേരളത്തിന്റെ പുറത്തുള്ള ഏത് സ്റ്റേറ്റത്തെ ഫുഡ് കുറച്ചും കൂടെ ഓക്കെ? പഞ്ചാബി നല്ല ഫുഡാണ്. ഞാൻ പഞ്ചാബിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പഞ്ചാബിലെ കുൽച്ചയും ലസ്സിയും ഇതൊക്കെ ദാൽ മഖ്നി അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പുസ്തകത്തിനെ ജനപ്രിയമാക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ടല്ലോ. ഇപ്പത്തെ പിള്ളേരെല്ലാം ഈ ഫോണിലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും ആൾക്കാർ ഈ പുസ്തകം വായിക്കുകയും വാങ്ങുകയും വിളിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തലമുറയ്ക്ക് ഇത്രയും വായിക്കുന്നുണ്ടല്ലോ എന്ന്. ഇവ ഞാൻ പോലും അങ്ങനെ വായിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോരുത്തരും പൈസ നമുക്ക് പ്രീപെയ്ഡ് ആയിട്ടാണ് പുസ്തകത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും 1-ാം എഡിഷൻ 2-ാം എഡിഷൻ ഇതൊക്കെ തീരുമ്പോൾ അവർ 10-15 ദിവസം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ പുസ്തകം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പലരും പല ദേശങ്ങളിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി, ഇന്നും ഈവൻ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരാൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതാ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ അയാളുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരിട്ട് കൈയൊപ്പിട്ട് പുസ്തകമൊക്കെ കൊടുത്തതിന് ശേഷമാണ്. മൂപ്പര് ഖത്തറിന് വന്നതാണ്, നാളെ തിരിച്ചു പോവാം. അപ്പോൾ ആ ഒരു രീതിയിൽ പുസ്തകം സോഷ്യൽ മീഡിയ ആണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഫോണിനെ കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞാലും സോഷ്യൽ മീഡിയ ഹെൽപ്പ് മീ എ ലോട്ട്. അതിന്റെ പോസിറ്റീവ് സൈഡ് ഇതാണ്. കാരണം അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇത് അറിയില്ലായിരുന്നു, ഈ പുസ്തകത്തിനെ കുറിച്ച് ഒരാളും അറിയില്ലായിരുന്നു. ഇപ്പൊ SK പൊറ്റക്കാട് പുരസ്കാരം കിട്ടി, ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് പുരസ്കാരം കിട്ടി. അതൊക്കെ കിട്ടാൻ എനിക്ക് കാരണം ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. ഈ ജനങ്ങൾ ഇത് അറിയണമെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഇതിന് ശേഷം കൊമ്മക്കയം എന്ന് പറഞ്ഞ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, അത് ആൾക്കാർ അറിഞ്ഞിട്ടില്ല. കാരണം അതിനെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അന്നും ഇന്നും പറയുന്ന നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവും, ഓരോ പുസ്തകത്തിലും ആരത് വായിക്കണം എന്നുള്ളത് എഴുതപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അത് വായിച്ചിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പുസ്തകം ഇറങ്ങിയപ്പോ തന്നെ ഇത് പ്രൊപ്പഗാൻഡ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ രീതിയിലേക്ക് മുസ്ലിമിനെ ഹിന്ദു ആക്കാൻ, ഹിന്ദുവിനെ മുസ്ലിം, ആ രീതിയിലേക്കുള്ള ഒരു പ്രൊപ്പഗാൻഡ ബുക്കാണെന്ന് പറയുന്നവരുണ്ട്. അവരോട് എന്താ പറയുന്നത്? അത് വായിച്ച മനുഷ്യന്മാരൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള എനിക്ക് ഭയങ്കര സന്തോഷം. ഈ സോഷ്യൽ മീഡിയയിലെ റീലുകൾ കണ്ടിട്ടാണ് ഇതിലൊരു പ്രൊപ്പഗാൻഡുണ്ട്, ഇവന്റെ ഉദ്ദേശം ശരിയല്ല, ഇവന് ഇതാണ്, ഇവൻ കൺവേർഷൻ ആണ് ഇവന്റെ ലക്ഷ്യം, അവന്റെ പേര് കണ്ടാൽ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ കമന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ ഒരു ഭാഗത്ത് നിന്ന് എന്നോട് പറയുന്നു ഇവൻ ഈ ഇസ്ലാം അതൊക്കെ വിട്ടിട്ടിപ്പോ ഫുള്ള് ശിവൻ പാർവതി അങ്ങനെ രാമായണം മഹാഭാരതം എന്ന് പറയുന്ന നടക്കുക. മറ്റേ ആൾക്കാർ പറയുന്നത് ഇവൻ എന്തിനാ ഇപ്പൊ നമ്മളൊക്കെ കൂടി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന്. അപ്പൊ ഈ മനുഷ്യന്മാർക്കൊക്കെ ഈ മതം എന്നതിലപ്പുറം വേറെ ഒന്നും ചിന്തിക്കാനില്ല എന്നുള്ളത് ഞാനിങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ആലോചിച്ചു. അപ്പൊ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാല്, എൻ്റെ പുസ്തകം വായിച്ചിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു മുസ്ലിം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സൽത്തനജ് എന്നാണ് അവരുടെ പേര്, അവർ ഗുജറാത്തിലാണുള്ളത്. അപ്പോൾ അവരെന്നോട് പറയാണ്, ഞാൻ പുസ്തകം വായിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വലിയ ആത്മീയ നേതാവെന്നൊക്കെയാണ് അവർ വിചാരം. ഞാൻ പറഞ്ഞു എനിക്ക് സംശയം അറിയില്ല, നിങ്ങൾ ചോദിക്കും ഞാൻ പറയാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, മുസ്ലിം മതവിശ്വാസ പ്രകാരം ട്രാൻസ്ജെൻഡേഴ്സ് നരകത്തിലായിരിക്കും, ഞങ്ങൾക്ക് സ്വർഗം ഉണ്ടാവില്ല, നമ്മൾ ശപിക്കപ്പെട്ട ജന്മങ്ങളാണല്ലോ, നമുക്ക് സ്വർഗം ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് അറിയില്ല, സ്വർഗം ഉണ്ടാവുമോ നരകം ഉണ്ടാവുക, ഈ സ്വർഗവും നരകം ഉണ്ടോയെന്നൊന്നും എനിക്കൊന്നും ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അവർ പറയാം, ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ആളാണ്, ദർസിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളത് അള്ളാഹു സ്ത്രീയുമല്ല പുരുഷനുമല്ല, ജെൻഡർലെസ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്, അവർ പറയുന്നത് എന്നോട്. അപ്പോൾ അവൻ അഭിസംബോധന ചെയ്യുക ഭയങ്കര ജ്ഞാനിയാട്ടോ, മീൻസ് ഇത് എല്ലാ മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളാണെന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവൻ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും അറബിയിൽ ഹുവാന്നോ അങ്ങനെ എന്തോ അത് എന്നുള്ള അർത്ഥത്തിലാണ് അറബി എടുക്കുന്ന സമയത്ത് ജെൻഡർലെസ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന പദമാണ് അള്ളാഹുവിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു സ്ത്രീയുമല്ല പുരുഷനുമല്ല, ജെൻഡർലെസ് ആണ്, അവന് കുട്ടികളില്ല, ഭാര്യയില്ല, കുടുംബമില്ല എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളെ എന്തുകൊണ്ട് ശപിക്കപ്പെട്ടവരായി മാറ്റുന്നു? കാരണം ഞങ്ങള് ആ ഒരു ജെൻഡർലെസ് തന്നെയല്ലേ ഞങ്ങളും എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. അപ്പോൾ ഇത് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാൻ, എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആൾക്കാർ എന്നോട് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തോ വലിയ ഈ ഇതിനോടൊക്കെ പഠിച്ച ആളാന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു കുറേ സംശയങ്ങൾ. അപ്പോൾ ആ സംശയങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ എൻ്റെ പുസ്തകം വായിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ.
പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്, വിമർശനങ്ങൾ ചില വിമർശനം എന്ന് വെച്ചാൽ ഈ പുസ്തകം ഞാൻ അബ്രപ്റ്റ്ലി എൻഡ് ചെയ്തതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി വേണമായിരുന്നു അവർക്ക് എന്ന്. പെട്ടെന്ന് കാശിയിൽ പൂർണ്ണാനന്ദ ആവുന്നതും നൂറുദ്ദീൻ ആവുന്നതും കൂടുതൽ പറയുന്നില്ല എന്നുള്ളത്. അപ്പൊ അവർക്കൊക്കെ സങ്കടം മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞു ആ ഭാഗം കൂടി ഇലാബറേറ്റ് ചെയ്തിട്ടാണ് രണ്ടാം ഭാഗം വരുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പുറത്ത് ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ ഏതായാലും ഞാനിപ്പോ അതിന്റെ പണിപ്പുരയിലാണ്. പബ്ലിഷേഴ്സ് ഇങ്ങോട്ട് 2-3 ആൾക്കാർ ഇപ്പൊ അപ്രോച്ച് ചെയ്തപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ എൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ ആൾക്കാര് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരു കൈ നോക്കാം. ഈ സാറിന്റെ റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ താഴേക്ക് വന്നിട്ട് ഭയങ്കര നെഗറ്റീവ് ഹേറ്റ് കമന്റുകളൊക്കെ ഉണ്ട്. ഈ മതത്തിന്റെ പേരിൽ കലാസൃഷ്ടികളെ ആളുകള് വിലയിരുത്തുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്ത് പറയാൻ, അവരോടൊക്കെ ഒന്നും പറയാതിരിക്കുന്നത് നല്ല. ആദ്യമൊക്കെ ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കായിരുന്നു. പിന്നെ അത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം തോന്നാൻ തുടങ്ങിയേ. പിന്നെ ഞാൻ അങ്ങനത്തെ നോക്കാറേ ഇല്ല. എടാ നാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റാണ് ഞാൻ പെട്ടെന്ന് സ്ക്രോൾ എന്തിനാ അത് വായിച്ച് വെറുതെ വിഷമിക്കുന്നതെന്ന് വെച്ചാൽ. അതുപോലെ നെഗറ്റീവ് കമന്റ്സ് വരാൻ സാധ്യതയുള്ള റീലൊന്നും ഞാൻ ഓപ്പൺ ചെയ്യില്ല. 1 മില്യൺ 2 മില്യൺ 5 മില്യൺ ഒക്കെ റീൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. അതില് പക്ഷെ എന്നെ ആയിരിക്കില്ല, അവര് തമ്മിലായിരിക്കും അടി. ഒരാളൊരു കമന്റ് ഇടും, അതിന് വേറൊരാൾ അതിന്റെ ഒരു 10-500 കമന്റ് അതിന്റെ അടിയിൽ ഇങ്ങനെ അവര് പൂരെ തെറിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനിതൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാല്. അപ്പൊ അതൊക്കെ എന്താ പറയാ, മനുഷ്യനെ എപ്പോഴും ഈ മതം നല്ലതാണ്, മതം മോശം ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അവൻ്റെതായ വിശ്വാസം. കാരണം നമുക്കൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ആശ്രയിക്കാനുള്ളത് ദൈവമാണ്. കാരണം ഈ ഡോക്ടേഴ്സ് വരെ നമ്മളോട് പറയും ഒന്നും നമുക്കിനി ചെയ്യാനില്ല, ഇനി ഒരു മിറാക്കിൾ സംഭവിച്ചാലേ എന്തെങ്കിലും, അപ്പൊ പ്രേ ടു ഗോഡ് എന്ന് പറയും. അപ്പൊ ഒരു ഗോഡ്, ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസം നല്ലതാണ്. ആ വിശ്വാസം മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം. കാരണം നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് സത്യം, നമ്മുടെ വിശ്വാസങ്ങൾ മാത്രമാണ് ട്രൂ എന്ന് പറഞ്ഞിട്ട് കുറേ മനുഷ്യന്മാർ നടക്കുന്നുണ്ട്. അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം. മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ലോകത്തുള്ളൂ. ഇങ്ങനെ വന്നതിൽ കുറച്ചും കൂടെ വിഷമമായ ആ രീതിയിൽ ഏതെങ്കിലും കമന്റുകളുണ്ടോ? ഇത് തന്നെ, അതായത് ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവന് ഒരു എന്താ പറയാ പ്രൊപ്പഗാൻഡയായിട്ട് ഇറങ്ങിയതാണ്. നമ്മളെ കാശിയെ, ഹിന്ദുത്വത്തെ മനഃപൂർവ്വം പബ്ലിക്കിന്റെ ഇടയിൽ ഡീമീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇത്തരം വിഷ്വൽസ് ഇടുന്നത്. ഞാൻ പോയ സമയത്ത് ഇതുപോലെ കാശിയിൽ ഇതുപോലെ മൃതദേഹങ്ങൾ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ. അപ്പൊ അതിന്റെ അടിയിൽ ഇങ്ങനെ പലരും പറയും നിങ്ങൾ കാശിയിൽ തന്നെയാണോ പോയത്, നിങ്ങൾ ഏത് രാജ്യത്തേക്കാണ് പോയത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു ഒറ്റ റിപ്ലൈ കൊടുത്തു, അതിൽ ഞാൻ നിർത്തി. അതിന് കാരണം കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും തിരുത്താന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ളൂ. ഈ പുസ്തകത്തിലാണെങ്കിലും നരേന്ദ്രമോദിയും പശു രാഷ്ട്രീയവും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ഒരു ജേർണലിസ്റ്റ് അധ്യാപകനായതുകൊണ്ടാണ്. ജേർണലിസ്റ്റ്, ഞാൻ അൾട്ടിമേറ്റ്ലി ഒരു ജേർണലിസ്റ്റ് കൂടിയാണല്ലോ. അപ്പൊ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഒരു ജേർണലിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ കാര്യങ്ങൾ നോക്കും. കാരണം കാശിയിൽ ഞാൻ പോയപ്പം അവിടെ ഇഷ്ടം പോലെ ഗോശാലകളുണ്ട്. ഓരോ 100 മീറ്റർ പോകുമ്പോഴും അവിടെ ഒരു ഗോശാല ഉണ്ട്. അവിടെ ആളുകള് തളികയില് പഴം, പാല്, ദ്രവ്യങ്ങള്, പട്ട് ഇതൊക്കെ കൊണ്ട് പശുവിന്റെ അടുത്ത് കൊണ്ടുവെക്കുന്നുണ്ട്. എന്നാൽ അതേ തെരുവിൽ തന്നെ മനുഷ്യന്മാരിങ്ങനെ ഈ പുഴുക്കളെ പോലെ അരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർക്കൊന്നും ആരും പഴവും പട്ടും വസ്ത്രമൊന്നും കൊടുക്കൊന്നുമില്ല. അപ്പോൾ ആ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഭയങ്കര, അത് എല്ലാ റിലീജിയസ് സ്ഥാപനങ്ങളിൽ പോയാലും, നമ്മൾ ഓരോ അമ്പലത്തിലും പള്ളിയിലും പോയാൽ ഭണ്ഡാരത്തിൽ നമ്മൾ 500, 1000, 2000, ലക്ഷം രൂപയൊക്കെ നമ്മൾ സമർപ്പിക്കും. പക്ഷെ അവിടെ വിശന്ന് നടക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കേണ്ടവന്, ഒരു കല്യാണം നടത്തേണ്ടവന് നമ്മൾ ഒരു 100 രൂപ മാക്സിമം പോയാൽ ഒരു 500 എഴുതിക്കാം. 500ഒക്കെ മനസ്സോടെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ ആ ഭണ്ഡാരത്തിൽ നമ്മൾ കൊണ്ട് കാണിക്കായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോ ഇതിനോടൊക്കെ എന്തോ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് കാശിയിൽ ഒരു പശുവായി ജനിച്ചിരുന്നെങ്കിൽ. സത്യം അങ്ങനെ തോന്നിപ്പോകും. കാരണം അവിടെ പശുക്കൾക്ക് കിട്ടുന്ന ഡിഗ്നിറ്റി മനുഷ്യന് കിട്ടുന്നില്ല. അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം ഇതൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പേടിയുണ്ട്. കാരണം ആൾക്കാർ ഇത് എങ്ങനെയാണ് ഇതിനെ എടുക്കുക എന്നുള്ളത്. യാഥാർത്ഥ്യം അതാണ്. അതിപ്പോ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല, അവിടെ പോയിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരും പറയും. കാരണം അത് നമ്മള് കേരളത്തിലുള്ള ആൾക്കാർ കുറച്ചുകൂടി വിവരമുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കിത് കമന്റ് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. ഇത് അവിടെ പോയിട്ട് പറയാൻ പറ്റില്ല. ഇവിടുത്തെ മനുഷ്യർ കുറച്ചും കൂടി പൊളിറ്റിക്കലി അവെയർ ആണ്, ലിറ്ററലി അവെയർ ആണ്. കാര്യങ്ങളൊക്കെ നോക്കിക്കാണാനുള്ള ഒരു ബുദ്ധി യുക്തി നമുക്കുള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. നമ്മളെ സ്പ്ലിറ്റ് ചെയ്യാൻ പലതരം പ്രൊപ്പഗാൻഡാസ് ഇവിടെ വന്നു. കേരള സ്റ്റോറി എന്ന് തന്നെ മൂവി വന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ജോസഫും രാമനും റഹീമും ഒക്കെ ഒരുമിച്ചാണുള്ളത്. ആ ഒരു എപ്പോ നമ്മൾ സ്പ്ലിറ്റ് ആവുന്നോ അതോടുകൂടി നമ്മൾ തീർന്നു. കാരണം നമ്മളെ മറ്റുള്ളവർ പറയുന്നത് നിങ്ങളൊരു ഡിഫറെന്റ് കൺട്രി ആയിക്കൂടെ നമ്മൾ ചോദിക്കുന്നത്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ, നോർത്ത് ഈസ്റ്റ്
സൗത്ത് ഇന്ത്യൻസ് പോലും മറ്റുള്ള തെലുങ്ക് മറ്റുള്ള രാഷ്ട്രക്കാരൊക്കെ ഡിസ്ട്രിക്ട് സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ പറയും നിങ്ങൾ മാത്രമേ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് എന്നുള്ള. അപ്പൊ ആ വേറിട്ട് നിൽക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു ബ്യൂട്ടി ഓഫ് യൂണിറ്റി എന്നുള്ളത്. അതെപ്പം തീരുന്നോ അതോടുകൂടി കഴിഞ്ഞു. ഈ പുസ്തകത്തില് ഡോം രാജയുടെ ജാതി തൊട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ പാണന്റെയും പുലേന്റെയും ജാതി രാഷ്ട്രീയം വരെ സംസാരിക്കുന്നുണ്ട്. അത് കാരണം ഞാൻ ഡെലിബറേറ്റ് ചെയ്തല്ല, ഒരു ടീച്ചർ അത് വായിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു ആംഗിളിലുള്ള ആൾക്കാർ അത് വായിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഉണ്ടല്ലോ ദൈവം ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം മാത്രം ദൈവമാവുന്ന മനുഷ്യന്മാരുണ്ട് അല്ലെ. ഈ തിറ കെട്ടുന്ന സമയത്ത്, തെയ്യം കോലം കെട്ടുന്ന സമയത്തൊക്കെ അവർ ആ ഒരു മൊമെന്റിൽ, ആ ഒരു രാത്രി മാത്രം അവർ സുപ്രീം ആയിരിക്കും. അവർക്ക് അനുഗ്രഹിക്കാനും ശപിക്കാനുമുള്ള ഒരു അധികാരം വരുന്നു. പക്ഷെ പിറ്റേ ദിവസം അയാള് ബാക്ക് ടു ഹിസ് എന്താണോ പന എത്താൻ പോവാണെങ്കിൽ അതില് പിന്നെ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്ന ആളെ, അതായിരിക്കും അയാളുടെ ജോലി ഉണ്ടാവുക. അതേ ഇത് തന്നെയാണ് അങ്ങ് കാശിയിലുള്ളത്. ഡോം കർമ്മം ചെയ്യുന്ന സമയത്ത് മാത്രമേ അയാൾക്ക് പവർ ഉള്ളൂ. അല്ലാത്ത സമയത്ത് അയാളൊരു സാധാരണ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് അയാൾ. അപ്പൊ ഇത് അങ്ങ് ഉത്തരേന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഈ ഒരു കാസ്റ്റ് സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാനല്ല അവര് മനസ്സിലാക്കിയത്. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ ഇനി മുതൽ അങ്ങനെ പറയാം. എന്റെ 1-2 സുഹൃത്തുക്കൾ സാറിന്റെ ശിഷ്യരാണ്. അപ്പൊ അവരൊക്കെ പറഞ്ഞത് കോളേജിലത്തെ സൂപ്പർ കൂൾ ടീച്ചറാണ് സാർ എന്നാണ്. അപ്പൊ പിള്ളേരെ കുറിച്ച് എന്താ പറയുക, ഈ പുസ്തകമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ SK പൊറ്റക്കാട് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ പിള്ളേരുടെ ഇടയിലുള്ള ആ ഒരു ഇമേജ് എങ്ങനെയാണ്? കുറച്ചും കൂടി ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷം. സൂപ്പർ സ്റ്റാർ എന്നുള്ളതല്ല, അവരെപ്പോഴും അണ്ടർസ്റ്റാൻഡിങ് ആണ്. കാരണം നമ്മൾ അത് മെച്ചോർഡ് ആയിട്ടുള്ള കുട്ടികളാണല്ലോ, PG സ്റ്റുഡൻസ് ആണ് എൻ്റെത്. അപ്പോൾ അവർ നമ്മളുടെ ഓരോ ഡെവലപ്മെന്റ് ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ക്ലാസ്സിൽ അധികവും സംസാരിക്കുന്നത് ഇതുപോലത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാരണം പഠിക്കാനുള്ളത് ഒരു PDF നോക്കിയാൽ ആർക്കും പഠിക്കാവുന്ന സിലബസ് നമുക്ക് ജേർണലിസം എന്നുള്ളത്. അത് ടെലിവിഷൻ ആണെങ്കിലും സിനിമ ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ആർക്കും പഠിച്ചെടുക്കാവുന്നതല്ല. പക്ഷെ അതിനപ്പുറം കുറച്ചും കൂടി എന്താ ലോകത്തെ കുറിച്ച് അറിയാം എന്നുള്ളതാണ് ഞാൻ അവരോട് പറയുക. ഈ യാത്രകളെ കുറിച്ചൊക്കെ ഞാൻ അവരോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചാലും അത്രയ്ക്കൊന്നും വരില്ല നമ്മുടെ എക്സ്പോഷർ. നമ്മളൊരു സാധനം നേരിട്ട് കാണുമ്പോൾ മാത്രമേ നമ്മുടെ പെർസെപ്ഷൻ ചേഞ്ച് ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന ഒരു സീരീസ് ആണത്. എല്ലാ വർഷവും ഞാൻ നടത്തുന്നുണ്ട്. ഒരു വർഷം 5 മുതൽ 6 സംസ്ഥാനം വരെയാണ് ഞാൻ കവർ ചെയ്യുക. വെക്കേഷൻ ടൈമിലാണ്. അപ്പം ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസും കോളേജസും, ഞാനിപ്പോൾ ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് അങ്ങനെ പറഞ്ഞിട്ട് ആ സൈഡിൽ ഒഡീഷ അങ്ങനെ വന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് ഞാൻ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസും ഞാനും തമ്മിലൊരു ഹാഫ് ഡേ ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ ഞാൻ അവരുടെ കൾച്ചറിനെ കുറിച്ച്, അവരുടെ എഡ്യൂക്കേഷൻ പാറ്റേൺസിനെ കുറിച്ച്, അവരുടെ പെർസെപ്ഷൻ അബൌട്ട് കേരളയെ കുറിച്ച് ഇതൊക്കെ ഞാൻ അവരോട് സംസാരിക്കും. അതുപോലെ തന്നെ അവർക്ക് കേരളത്തിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ, അവരെങ്ങനെയാണ് നമ്മളെ കൾച്ചറിനെ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തുന്നൊരു സെഷനാണ്. അത് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിനും നല്ല നല്ല വാക്കുകൾക്കും സമയത്തിനും നന്ദി. താങ്ക് യു.